ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോം ടൂറിന്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും കമന്റ്സും എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഹോം ടൂറിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിലുള്ള പാർട്ടീഷനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വാളക്കോറിയാണ് കേട്ടോ. അതൊരു പ്ലാന്റഡ് അക്കോറിയാണ് കേട്ടോ. നമുക്ക് ഫിഷിനൊന്ന് ഫീഡ് കൊടുത്താലോ. അവർ കുറേ നേരമായി വെയിറ്റ് ചെയ്തിരിക്കണു. അക്വേറിയത്തിൻ്റെ മേലത്തെ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വിനീർ കൊണ്ട് ഇതുപോലെ ഒരു ലെഡ്ജ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്യൂരിയോസ് ഒക്കെ വെച്ച് കുറച്ച് ചെടിയൊക്കെ വെച്ച് അതൊന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വേറൊരു ക്ലോസ്ഡ് കോട്ടിയാടാണ്. ഇവിടെ നമ്മൾ ഫൈക്കസിൻ്റെ ഒരു ബോൺസായി പ്ലാന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഗ്ലാസ് ഇട്ട് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ്. ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഈ ഒരു കബോർഡിനുള്ളിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഈ കോട്ടിയാടിൻ്റെയും ഡൈനിങ് സ്പേസിൻ്റെയും ആ ഒരു സൈഡിലായിട്ട് ഒരു സ്വിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് സംസാരിക്കാം. അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കാം. ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാം കേട്ടോ. ഈ സ്വിങ്ങും നമ്മൾ ചെയ്തതാണ് കേട്ടോ. പുറത്തുള്ള സ്വിങ്ങും ഈ സ്വിങ്ങും ചെയ്തത് ആരാണ് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മുടെ തന്നെ കാർപ്പൻറ്റേഴ്സ് ചെയ്തതാണ്. രതീഷ് ഏട്ടനാണ് കേട്ടോ നമ്മുടെ മരപ്പണിയെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മൾ ടീക്കൂഡിൻ്റെ വലിയ പീസിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 6 പേർക്ക് ഇരിക്കാൻ പാകത്തിന് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ. ഈ ഡൈനിങ് ടേബിളും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ചെയേഴ്സ് ആണെങ്കിലും നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മുടെ ആൾക്കാർ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. മുകളിൽ നമ്മൾ നാനോ വെയിറ്റ് ആണ് കേട്ടോ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വാളിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഫ്രെയിം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചതല്ല, ഇതും നമ്മൾ മരമാണ്. ഇതും ടീക്ക് വുഡിൻ്റെ ഫ്രെയിം കൊടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് വാളിലും അതുപോലെ തന്നെ ബുദ്ധൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് കർട്ടനാണ് ഇവിടെ നിന്ന് വരുന്നത്. പിന്നെ നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്ന് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇത്തിരി സ്പേസ് ഇട്ട് നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഇറങ്ങണോടത്തായിട്ടാണ് വാഷിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡൈനിങ്ങിൻ്റെ സീലിംഗ് വരുന്നത് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു വുഡൻ ടച്ച് വരാൻ വേണ്ടിയിട്ട് വരച്ചേക്കണതാണ് കേട്ടോ, വുഡൻ കളർ കൊടുത്തിട്ട്. പിന്നെ ഇവിടുത്തെ ഇവിടെ വാളില്ല. ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റണ ഗ്ലാസ് ഡോർസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇവിടെയാണ് എൻ്റെ വാഷിംഗ് മെഷീൻ ഇട്ടേക്കുന്നതും സ്റ്റിച്ച് ചെയ്യണ മെഷീൻ ഇട്ടേക്കുന്നതൊക്കെ ഇവിടെയാണ്. പിന്നെ ഇവിടെ കുട്ടികളുടെ ആവശ്യപ്രകാരം ഒരു ചെറിയൊരു പൂൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മഴ പെയ്ത് ആകെ മോശമായിട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. പിന്നെ അതിന് ചുറ്റും ഒരു കോട്ടിയാടിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കോമ്പൗണ്ട് വാൾ തന്നെ നമ്മൾ ഒന്ന് ഹൈറ്റിൽ ചെയ്തിട്ട് പിന്നെ അതുമ്പോൾ നല്ല ക്ലാഡിങ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. വെട്ടുകല്ലിൻ്റെ ക്ലാഡിങ് ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊരു ഷോ കിട്ടാനായിട്ട് നല്ല ഫ്ലോറൽ വരുന്ന 3 ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ചെടികളൊക്കെ വെക്കേണ്ടതായതുകൊണ്ട് നമ്മൾ മാക്സിമം ലൈറ്റ്സ് വരുന്ന രീതിയിൽ വിൻഡോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിലും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറേ ചെടികൾ വെക്കാം. ഇവിടെ മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ എവിടെയും ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ലൈറ്റ്സ് വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തേക്കണത്. അതുകൊണ്ട് പകൽ നമുക്ക് ലൈറ്റ്സിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. നന്നായിട്ട് നാച്ചുറൽ ലൈറ്റ്സ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇവിടെയും നമ്മൾ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന പോലെ വുഡൻ ടൈലുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വുഡൻ പാറ്റേണിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൺ കണ്ടാലോ. ഇത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ചെയേഴ്സും നല്ല ഹൈറ്റിൽ വരുന്ന വുഡൻ ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടീക്ക് വുഡ് തന്നെ കേട്ടോ.
പിന്നെ ഇത് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ് കേട്ടോ. കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ ഫുള്ളായിട്ട് നമ്മൾ നാനോ വൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ബുദ്ധിമുട്ടല്ലേന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് നാനോ വൈറ്റ് വേണമെന്ന്. അതാകുമ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. നമ്മൾ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് വരുത്തിയപ്പോൾ 2 കിച്ചണായിട്ടാണ് വിചാരിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാണ്ട് ഇടാനും ഉപയോഗിക്കാൻ ഒരു വർക്കിംഗ് കിച്ചണും. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഓപ്പൺ കിച്ചൺ മാത്രം മതി, ഞാനത് മാത്രം ഉപയോഗിക്കുള്ളൂ എന്ന്. പിന്നീട് പ്രശാന്തേട്ടൻ പറഞ്ഞു നീ അത് പിന്നീട് പറയും, അത് വൃത്തിയാക്കി ഇടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു പറഞ്ഞു. ഇപ്പോൾ താമസം കഴിഞ്ഞിട്ട് 4 മാസമായിട്ടും ഞാൻ ഓപ്പൺ കിച്ചൺ തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. അത് അപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി, ഒരു പ്രശ്നമില്ല. ഇവിടെ നമ്മൾ സിങ്ക് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് സിങ്കാണ്. ഇത് നമ്മുടെ ഇതുപോലെ മാറ്റാനും ഇതാക്കാനും ഒക്കെ പറ്റണ ഒരു ടാപ്പാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിലത്തെ ഫോഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സിങ്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു യു ഷേപ്പിലാണ് കേട്ടോ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഫുൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വിൻഡോസ് വരുന്നത്. ഈ കിച്ചൺ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്നാൽ എൻ്റെ ഗേറ്റ് തൊട്ട് ഫുൾ ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ നിന്ന് കാണാം. ആ മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഈ കിച്ചണിൽ ഞാൻ എന്തോരം നേരം വേണമെങ്കിലും കുക്ക് ചെയ്തോളൂ. നമ്മുടെ നാനോവേറ്റ് ടോപ്പിൻ്റെ താഴെയായിട്ടും ഈ ഒരു കൗണ്ടറിൻ്റെ മുകളിലായിട്ടും ഓപ്പൺ ഷെൽഫുകളും അതുപോലെ തന്നെ ക്ലോസ്ഡ് ഷെൽഫുകളും ചെയ്തിട്ടുണ്ട്. ഈ ഷെൽഫുകളൊക്കെ വിനീറാണ് ചെയ്തിരിക്കുന്നത്. ഇത് മൈക്ക ലാമിനേഷനാണ് ഈ വൈറ്റ് കാണുന്നത് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ട പൊടികളും സംഭവങ്ങളും വയ്ക്കാൻ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ 3 ബർണറിൻ്റെ ഒരു ഗ്യാസ് സ്റ്റൗ ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ ഒരു വുഡൻ ഹോബും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ഒരു ചെറിയ പാർട്ടീഷൻ വോൾ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് ഇടാനായിട്ടൊരു ഏരിയ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് കുറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ് കേട്ടോ. ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ ആണ്, വർക്കിംഗ് കിച്ചൺ. പക്ഷെ ഇതിൽ നമ്മൾ വാഷ് ഏരിയ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് വാഷ് ഏരിയ മാത്രമേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നമ്മൾ നോൺ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓപ്പൺ കിച്ചണിൽ വെച്ച് കഴുകണ്ടല്ലോ, ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഈ ഒരു വാള് ഫുള്ള് നമ്മൾ സ്റ്റോറേജ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ വാള് ഫുൾ സ്റ്റോറേജ് ആണ്, മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്റ്റോർ റൂമിൻ്റെ സ്പേസ് നമ്മൾ ഈ വീടിന് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇത് ഫുൾ സ്റ്റോറേജ് സ്പേസ് ആക്കി കേട്ടോ. നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കോണി ഏരിയ കണ്ടുല്ലോ, അവിടെ നിന്നും ബാക്കിലേക്ക് ഇറങ്ങുന്ന പോർഷനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്കിലോട്ടുള്ള മുറ്റം. ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ തണലിനായിട്ട് ഒരു DVD വെച്ചിട്ടുണ്ട്, അതുപോലെ ഫൈക്കസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പ്ലാന്റർ ബോക്സുകൾ, ഉള്ളിൽ വെക്കാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ വലിയ ബോക്സുകളൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബുദ്ധ ബാമ്പു ആണ് കേട്ടോ. നിലത്ത് നട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പത്തിൽ പോവും. ചട്ടിയിലായതുകൊണ്ടാണ് ഇതൊരു കുട്ടി മരമായിട്ട് നിൽക്കണേ. പിന്നെ ഇത് ഫുള്ള് നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ ആണ്. ഒരു 5 വർഷം ഒരു 4-4.5 വർഷത്തെ വളർച്ചയാണ് കേട്ടോ. ഈ എല്ലാ പ്ലാന്റ്സിനും നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പേ ഇവരെയാണ് ആദ്യം ഇവിടെ പ്ലാന്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് വീടിൻ്റെ പ്ലാനിങ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതേ കണ്ടോ, ഇപ്പം എല്ലാത്തിലും കായ് പിടിച്ചു തുടങ്ങി കേട്ടോ. ഇതൊരു അരേക്ക പാമാണ് കേട്ടോ. നിലത്ത് വെച്ചിട്ടുണ്ടായതാണ്. പിന്നെ ഞങ്ങളത് പറിച്ച് വലിയൊരു ബോക്സിലൊക്കെ ആക്കി വെച്ചു. ഇതൊക്കെ നമ്മൾ വലിയ പോട്ട്സൊക്കെ പോളിമർ പോട്ട്സ് ആണ് നമ്മൾ മൂവാറ്റുപുഴ ക്രിസ് ബോട്ടിൽ ഗാർഡനിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ദേ ഇവിടെയും വേറൊരു ബുദ്ധ ബാമ്പു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും നമ്മുടെ പ്ലോട്ട് തന്നെയാണ്. അത് 2 ലെവലിൽ കിടക്കണ കാരണം കൊണ്ട് ഇവിടെ നമ്മളൊരു ബോർഡർ പോലെ സെറ്റ് ചെയ്തേക്കുന്നത് മരമുല്ലയാണ്. മരമുല്ലയുടെ പ്രത്യേകത നമ്മൾ വെട്ടിയൊന്നും കൊടുക്കണ്ട. ഇതുപോലെ തന്നെ ഒരു ബോളായിട്ട് എത്ര വലുതായാലും നല്ല ഷേപ്പിൽ നിൽക്കുന്ന ഒരു മരമാണ് കേട്ടോ. നിറച്ച് പൂവിടും, നല്ല സ്മെല്ലുള്ള ഒരു ചെടിയാണ് കേട്ടോ.
ഇവിടേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ, ഇവിടെയാണ് ഒരു ചെറിയ അലക്കുകല്ല് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീഡിയോസിലൊക്കെ കുറേ കണ്ടല്ലേ, ഇവിടെ തന്നെ കഴുകാനുള്ളൊരു സ്പേസും ഇവിടെ അലക്കാനുള്ളൊരു സ്പേസും. അലക്കണേക്കാൾ കൂടുതൽ ഇവിടെ നടക്കാറ് ചെടികളുടെ റീപോർട്ടിംഗ് ഒക്കെയാണ് കേട്ടോ കൂടുതൽ. നമ്മുടെ ഇവിടെ ഞങ്ങൾ 4 പേരാണ് താമസിക്കണേ. ഞാൻ, ഹസ്ബൻഡ്, 2 കുട്ടികൾ. ഞങ്ങൾക്ക് 4 പേർക്കും ചെടികളോടും കിളികളോടും മരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വല്ലാത്ത ഭ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട് പ്ലാൻ ചെയ്യണ പോലെ തന്നെയാണ് ലാൻഡ്സ്കേപ്പിങ്ങും ചെടികളും മരങ്ങളെല്ലാം പ്ലാൻ ചെയ്തത്. അപ്പോൾ ചിലവർക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, ഓവർ ചെടികളുണ്ട് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇത് കുറവാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് പച്ചപ്പിനോട് ചേർന്ന് ജീവിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഹൗസ് വാമിങ് ആയപ്പോഴത്തേക്കും നല്ല രീതിക്ക് അതൊക്കെ വളർന്ന് കിട്ടി. ഹൗസ് വാമിങ്ങിന് വന്ന ആൾക്കാർ പറഞ്ഞത് ഇത് പുതിയ വീടാന്ന് തോന്നണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് കാര്യങ്ങളായിട്ട് തോന്നി. അപ്പോൾ ആര് വീട് പണിയാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതും കൂടി കണക്കാക്കിയിട്ട് ചെയ്തോളൂ, ഇതിനോടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കേട്ടോ. നമ്മുടെ ഈ വീട് നമ്മുടെ സ്വപ്നം പോലെ തന്നെ വ്യൂ ആയിട്ടും പ്ലാൻ ആയിട്ടൊക്കെ ചെയ്തു തന്നത് രമ്യ ചേച്ചിയാണ്. നമുക്ക് സ്വന്തം ചേച്ചിയുടെ പോലെ തന്നെയാണ് രമ്യ ചേച്ചി, രമേശ് ഏട്ടൻ, മണിക്കുട്ടി. ഇവർ 3 പേരും ഞാൻ ഈ സമയത്ത് നന്ദി പറയാനായിട്ട് ഓർക്കുകയാണ് കേട്ടോ. അവർ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. എല്ലാവിധ ഹെൽപ്പുകളും എല്ലാത്തിനും എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വീട് ആരാ ചെയ്തേ, ഇതിൻ്റെ ഇൻറ്റീരിയർ ആരാ ചെയ്തേ, എക്സ്റ്റീരിയർ ആരാ ചെയ്തേന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാ വർക്കും ചെയ്തത് നമ്മുടെ ഹസ്ബൻഡ് തന്നെയാണ്. പ്രശാന്ത് എന്നാണ് പേര്. വയലൂർ ഭാഗത്താണ് ഞങ്ങളുടെ വീട് വരുന്നത്. നെല്ലായി വയലൂർ, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം. ആളൊരു 150 എബോവ് വീടുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളും ഒന്നിനൊന്ന് മെച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണോ, നിങ്ങൾക്ക് ട്രോപ്പിക്കലാണോ അല്ലെങ്കിൽ വേറെ ടൈപ്പാണോ വീട് ഇഷ്ടം, ആ ടൈപ്പായിട്ട് ആൾ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിലെ ഓരോരോ ചെടികൾക്ക് ഓരോരോ കഥകളുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ വ്യൂ വരച്ച് ആ നടുമുറ്റത്തിൻ്റെ വ്യൂ വരച്ചപ്പോൾ അതിൽ കൊടുത്തിരുന്ന ആ ഒരു മരത്തിൻ്റെ അതേ ഷേപ്പിൽ കണ്ട ഒരു മരമാണ് ഞാനിപ്പോൾ അത് നടുക്ക് വെച്ചിരിക്കുന്നത്, സ്ട്രോബെറി പേര. അത് നമ്മൾ നെല്ലായിൽ ഒരു നഴ്സറി ഉണ്ടായിരുന്നു, അവിടെ 4 വർഷം മുമ്പ് കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ പ്രശാന്തേട്ടനെ വിളിച്ചു വരുത്തി അപ്പം തന്നെ കയ്യോടെ പൈസ കൊടുത്തിട്ട പ്ലാന്റാണ്. വീട് പണി തുടങ്ങി അങ്ങനെ നീണ്ടുപോയി. 3 വർഷമായിട്ടും ആ പ്ലാന്റ് ഞങ്ങൾ കൊണ്ടുവന്നില്ല. ലാസ്റ്റ് ആൾ അവിടുത്തെ ഷോപ്പ് നിർത്തി പോവുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് 1 വർഷം നമ്മൾ ആ കവറിൽ തന്നെ വെച്ച് വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ നോക്കി വാടാതെ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ അത് അവിടെ നടുക്ക് നട്ടത്. അപ്പോൾ നമ്മുടെ പ്രശാന്തേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളാണ് കേട്ടോ ഈ വീടൊക്കെ ഫുള്ള് ചെയ്തത്. ആളുടെ പ്രൊഫഷൻ ഇത് തന്നെയാണ്. എല്ലാവർക്കും വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.